വെൽക്കം ടു ലെജൻസ്. നമ്മുടെ സാരി വീഡിയോയിൽ ഇന്ന് കുറച്ച് റേറ്റുള്ള ഐറ്റം കേട്ടോ. അതായത് ടസറിൻ്റെ ഫിനിഷുള്ള ഐറ്റം ആണ്. ശരിക്കും നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവില്ല. ഇതുപോലെ പ്രിൻ്റൊക്കെ അതിൽ വരുന്ന പോലെ തന്നെ, ഡേസി ടസറിൽ വരുന്ന പോലെ തന്നെ പ്രിൻ്റാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ബോർഡറിന് ഒരു ഓണിയൻ പിങ്കിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ഇതൊന്ന് ജസ്റ്റ് നിവർത്തി കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക് വരുന്നത്. നല്ല രസമാണ്. നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല ഐറ്റമാണ്. പിന്നെ അല്ലെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ടൊക്കെ ഇട്ടാലും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല സിൽക്ക് അല്ല എന്നുള്ളത്. സിൽക്ക് പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്താണി പോർഷനാണ് കേട്ടോ. ഇതെല്ലാം വീവിങ് ആട്ടോ. ബാക്ക് സൈഡ് നോക്കുമ്പോൾ നമുക്ക് ആ വീവിങ്ങിൻ്റെ കറക്റ്റ് ഇത് മനസ്സിലാവും. മൊത്തത്തിൽ വീവിങ്ങാണ് വരുന്നത്. അത്യാവശ്യം വെയിറ്റും ഉണ്ട് കേട്ടോ ഫാബ്രിക്കിന്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് കൊടുത്തേക്കുന്നത് ഇതുപോലെ ലൈൻ പോലെ വരുന്ന രീതിയിൽ, സിൽക്കിൽ വരുന്ന പോലെ തന്നെ ലൈൻ. നമുക്ക് സാധാരണ ടസറിനേക്കാളും കുറച്ചുകൂടെ തിക്നെസ്സും കൂടുതലുണ്ട്. കട്ടിയുള്ള ഫാബ്രിക്കാണ്. നിങ്ങൾക്ക് തന്നെ വാഷ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്പർ AD 421, റേറ്റ് 2820 ആണ്. 2 ഷെയ്ഡ്സേ ഉള്ളൂ കേട്ടോ. രണ്ടും നല്ലതാണ്. ഇതൊരു ലൈറ്റായിട്ട് വരുന്നൊരു ആഷ് അല്ല, പേസ്റ്റൽ ഗ്രീൻ്റെ ഒക്കെ ഒരു ടൈപ്പ് ഷെയ്ഡാണ്. അപ്പോൾ അകത്തോട്ടുള്ള പ്രിൻറ്റ് എല്ലാത്തിനും ഒരേപോലെ തന്നെ. കളർ കോമ്പിനേഷൻസ് ചെറിയ വ്യത്യാസമുണ്ട്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇതാട്ടോ മെയിൻ പ്രിൻറ്റ് വരുന്നത്. അടിപൊളിയാണ് കാണാൻ. റയർ ആയിട്ടുള്ള അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് നോക്കുന്നവർക്ക് നല്ലതാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാൻ പറ്റുന്നതിൽ നല്ല ഡിസൈൻസാണ് ഇതൊക്കെ. ഇതാട്ടോ മുന്താണി പോർഷൻ വരുന്നത്. ചുമ്മാ വെച്ചൂടെ കാണിക്കാം. ഇതുപോലെ ഇപ്പോൾ ബ്ലൗസ് ഞാൻ കാണിച്ചില്ലേ, ലൈൻ പോലെ ഇതുണ്ട്. ഗോൾഡൻ ലൈൻ പോലെ വരുന്ന ഡിസൈനാണ് ബ്ലൗസിന് കൊടുത്തേക്കുന്നത്. നമ്പർ AD 411, റേറ്റ് 2820.